പിരിയടയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ മൈദ, പഞ്ചസാര, തേങ്ങ, ഏലക്കായ്, പിന്നെ തേങ്ങ വറുക്കാൻ കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ട്. കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക, പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക, അണ്ടിപ്പരിപ്പുണ്ട്, അണ്ടിപ്പരിപ്പ് ഇടാം. ഒന്നായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ടോ, ഏലക്കായ് പൊടിച്ചിട്ടിന് കേട്ടോ, നല്ല ടേസ്റ്റായിട്ട്. നമുക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയിൽ ഇത് കിടന്നൊന്ന് ഇതായി വരണം. ഇതാ നമ്മുടെ തേങ്ങ വറുത്തത് റെഡി ആയിട്ടുണ്ട്. മൈദ നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്താം. നമുക്കിത് നല്ലോണം പരത്തിയെടുക്കാം. പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ മൂടി വെച്ചിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. മോനെ ഇക്കാക്കന്നെ വിളിക്കുന്ന മോനെ. ഇങ്ങനെ ചെറുങ്ങനെ നമുക്ക് മുറിച്ചെടുക്കാം. നമ്മുടെ തേങ്ങ ഇതിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഇത് നമുക്ക് ഗൾഫിലൊക്കെ കൊടുത്തേക്കാൻ നല്ലതാട്ടോ. ഇതാ ഇങ്ങനെ ഇത് കണ്ടോ, ഇതുപോലെ ചെറുങ്ങനെ പിരിച്ചെടുക്കുക. ഇതാ ഇതുപോലെ പിരിച്ചെടുക്കുക. മസാല കുറച്ച് നല്ലോണം വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതാകും. എന്നിട്ടിങ്ങനെ സൈഡ് നല്ലോണം ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിങ്ങനെ താഴത്തേക്ക് മടക്കിയിട്ട് പിന്നെയും പ്രസ് ചെയ്യുക. താഴത്തേക്ക് മടക്കുക. ഇതുപോലെ ഒന്ന് മേലത്തേക്ക് ഇതാക്കുക, പിന്നെ താഴത്തേക്ക് അത് മടക്കുക. ഇതുണ്ടോ? ഓയ് നിധീന വേറൊരു രീതിയിൽ പരത്താം. ഇത് രണ്ടെണ്ണം പരത്തി ഇങ്ങനെ മേലക്ക് മേലെ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ പിരിച്ച് പിരിച്ച് എടുക്കാം. ഇതാ ഇതേപോലെ. അക്കൂട് ഭയങ്കര പറ്റല്ല. ഇതാ ഇതുപോലെ ഉണ്ടാവും. അങ്ങനെ വിരിച്ചാൽ നമുക്ക് ഇതുപോലെ തിരിച്ചെടുക്കാം. നമ്മുടെ അട പിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് പൊരിച്ചെടുക്കാം. ഇത് പൊരിക്കാൻ ഇട്ട് കൊടുക്കാം. നല്ലോണം പൊരിഞ്ഞ് വരണം. ഇതിലേക്ക് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. പൊന്തി വന്നിട്ടുണ്ട്. ഒന്നായിട്ട് ഇതിൽ മറിച്ചിട്ട് വെക്കണം. അതുപോലെ ഇറച്ചി വെച്ചിട്ടും പച്ചക്കറി വെച്ചിട്ടൊക്കെ ഇങ്ങനെ അട പിരിച്ചെടുക്കാം. പിന്നെ ഇങ്ങനെ കൈകൊണ്ട് പിരിക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ സ്പൂണ് വെച്ച് സൈഡിൽ അമർത്തി കൊടുക്കാം. ഇതാ തിരിച്ച് തൊട്ട് നമുക്കിത് കോരാം. ഇതാ പിരിയട റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് നമുക്ക് പിന്നെ 2-3 ദിവസം വെക്കുകയൊക്കെ ചെയ്യുമൊന്നും ആകൂല.